കുഞ്ഞൂസിനെ കൂട്ടുന്ന ഇറങ്ങാനും കയറാനും പറ്റുന്ന രീതിയിൽ കിട്ടിയതിന് ശേഷം നമ്മളെ ശങ്കരനും കളിക്കാൻ കുറച്ച് ടോയ്സ് കൊടുത്തു. അതിനുശേഷം 2 പേർക്ക് 2 അല്ല 4 പേർക്കും ഭക്ഷണം കൊടുത്തതിന് ശേഷം നേരെ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോകാം കേട്ടോ. നാളെ എൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെ ആനിവേഴ്സറിയാണ്. അപ്പോൾ അവർക്ക് കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ മേടിക്കാനുള്ള പോക്കാണ് കേട്ടോ. പെട്ടെന്ന് സടപട ഉണ്ടായിട്ടുള്ളൊരു പരിപാടി ആയതുകൊണ്ട് തന്നെ വേഗം ഇവരോടെല്ലാവരോടും ബൈ ബൈ പറഞ്ഞിട്ടുള്ള ഒരാൾക്കായിരുന്നു. നേരെ പോയത് കൊണ്ടോട്ടി കേക്ക് സ്റ്റുഡിയോയിലാണ് കേട്ടോ. കേക്ക് സ്റ്റുഡിയോ നല്ലൊരു കേക്കും ഓർഡർ ചെയ്ത് ഒരു മിൽക്ക് കേക്ക് പാഴ്സലും വാങ്ങിച്ചിട്ട് അതും കഴിച്ച് നേരെ പോയത് കൊണ്ടോട്ടിയിലുള്ള സ്വയംവരയിലാണ് കേട്ടോ. അമ്മയ്ക്ക് ഇപ്രാവശ്യം നല്ലൊരു സാരി മേടിക്കാനാണ് എനിക്ക് ആഗ്രഹം. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കുറച്ചായിട്ട് ചുരിദാർ തന്നെയാണ് മേടിക്കാറുള്ളത്. അപ്പോൾ ഇത്തവണ എന്തോ അമ്മയ്ക്കൊരു സാരി വാങ്ങാൻ തോന്നി. അവിടെ ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു, പല മോഡൽസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അധികം അമ്മയ്ക്ക് കോട്ടൺ സിൽക്സാണ് വാങ്ങിച്ചു കൊടുക്കാറുള്ളത്. കഴിഞ്ഞ 2-3 വർഷമായിട്ട് തുടർച്ചയായിട്ട് കോട്ടൺ സിൽക്സും ചുരിദാറൊക്കെ തന്നെയായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സെമി സിൽക്ക് അല്ലെങ്കിൽ സെമി ബനാറസ് ഏതെങ്കിലും അങ്ങോട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ടോ. സെമി ബനാറസ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അമ്മയുടെ കല്യാണത്തിന് കൊടുത്ത സാരിയുടെ കളറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് കണ്ടപ്പോൾ അത്ര നല്ല ലുക്ക് തോന്നിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഇഷ്ടപ്പെട്ട നല്ലൊരു സാരി അമ്മയ്ക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ചിട്ട് പിന്നെ നേരെ പോയത് കൊണ്ടോട്ടി ട്രെൻഡിലേക്കാണ് കേട്ടോ. കൊണ്ടോട്ടി ട്രെൻഡിൽ നിന്നാണ് അച്ഛനുള്ള കുറച്ച് ഡ്രസ്സ്. അച്ഛനിപ്പോൾ അധികം കൂടുതലും വീട്ടിലും അപ്പുറപ്പുറം നടക്കാനൊക്കെയാണ് ഡ്രസ്സുകളാണ് ആവശ്യം. ടീഷർട്ട്സ് കരിക്കൂട്ടനൊക്കെ വാങ്ങിച്ചിടാറുണ്ട്. അപ്പം അങ്ങനത്തെ കുറച്ച് ഐറ്റംസും മേടിച്ചു. പിന്നെ അടുക്കളയ്ക്ക് എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചതിന് ശേഷം നേരെ വീട്ടിലെത്തിട്ടോ. വീട്ടിലെത്തിയതിന് ശേഷം ഞാൻ അങ്ങോട്ട് കയറിയതും കണ്ടില്ല എന്നെ സ്വീകരിക്കുന്ന ഒരു സ്വീകരണം. എവിടെ പോയതാടി നടി അവൾ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. ആദ്യം 2 പേരെ ചോദിക്കാനെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 4 പേരാണ് എന്നെ ചോദിക്കാനുള്ളത്. ഞങ്ങളങ്ങോട്ട് എവിടെയെങ്കിലും പോയി പുറത്ത് വന്ന് കയറുന്ന ആ ഒരു സമയത്തുണ്ടാകുന്നൊരു ബഹളം ഉണ്ടല്ലോ, അപ്പുറത്തുള്ള ഒരാൾക്കും ചെവിതല കേൾക്കൂല എന്നുള്ളതാണ് വാസ്തവം. പിന്നെ കുഞ്ഞൂസ് ഇന്ന് ബെഡ്ഷീറ്റ് കീറിയതിന് ഞാൻ കുറച്ച് വഴക്ക് പറഞ്ഞതിൻ്റെ പ്രതിഷേധമാണ് ആൾ. അവൾക്ക് ഇഷ്ടപ്പെട്ട ഫ്രൈഡ് റൈസ് മുന്നിൽ വെച്ച് കൊടുത്തിട്ടും നുണഞ്ഞിരിക്കുകയാണ്, ആൾ കഴിക്കുന്നില്ല. പിന്നെ ഒരു കാര്യം പറയണേ, എപ്പോഴും ഞാൻ അവർക്ക് പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ചു കൊടുക്കാറില്ല. ഇന്ന് ചില സാങ്കേതിക കാരണം കൊണ്ടാണ് ഞാൻ അവർക്ക് ഫ്രൈഡ് റൈസ് വാങ്ങിച്ചിട്ടുണ്ട്. അതും കുഞ്ഞൂസിനും മേട്ടൂനും മാത്രമാണ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അവൾക്ക് അത്രയും ഇഷ്ടപ്പെട്ട സാധനമായിട്ട് പോലും അവളെ വാശി കാരണം കഴിക്കാതിരിക്കട്ടോ. അവസാനം ഒരുപാട് നേരം അങ്ങോട്ട് കൊഞ്ചിച്ചിട്ടും അവൾക്ക് അങ്ങോട്ട് നുണയുന്നുണ്ട്. പക്ഷേ വിട്ടു തരാൻ ആൾ കൂട്ടാക്കുന്നില്ല. അവസാനം എൻ്റെ ഉണ്ണിമോളല്ലേ ക്ഷമിച്ചേക്കെ എന്നുള്ളൊരു ഭാവത്തിലാണെന്ന് തോന്നുന്നു. ആളങ്ങോട്ട് ഫുഡ് കഴിച്ചു കേട്ടോ. നിങ്ങൾ എന്താ വെച്ചാൽ കാണിക്കുന്നുള്ളൊരു ഭാവത്തിൽ മേട്ടം അവിടെ ഭക്ഷണം കഴിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇന്നത്തെ വലിയൊരു കടമ്പ ഇവിടെ കഴിഞ്ഞു.